കല്യാണം കഴിച്ചിട്ടില്ല. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ നാട്ടിലെ റബീഉൽ അവ്വലിന്റെ തയ്യാർ. അപ്പോൾ ഇതുപോലെ എല്ലാ സ്ട്രീറ്റിലും ഇങ്ങനെ ലൈറ്റൊക്കെ ഉണ്ടാവും. ചിലതിലൊക്കെ ഒരു മദ്രസയുടെ ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 2 ദിവസത്തേക്ക് ഈ സ്ട്രീറ്റിലൊക്കെ നിറച്ചും പെണ്ണുങ്ങളും ആണുങ്ങളും കുട്ടികളും ഒക്കെ ആയിരിക്കും. ആരാ ഫോട്ടോ ഒക്കെ എടുത്തിട്ടേ നമ്മളിപ്പോൾ നിസാദിന്റെ ബാറ്റ് കൊടുക്കാൻ പോകുന്നു. നാളെയാണ് റബീഉൽ അവ്വൽ 11. അപ്പോൾ 11-ന്റെ അന്ന് ഇവിടെ ജാഥ ഉണ്ടാവും. ജാഥ ഇതിന്റെ പിന്നിൽ ഞാൻ ഇടട്ടോ. ഇപ്പം നെക്സ്റ്റ് ലൈറ്റിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ലൈറ്റ് കാണാം. ഓക്കെ ഗൈസ്, ഇതാണ് ഞാൻ പഠിച്ച മദ്രസയുടെ ലൈറ്റിംഗ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലക്ഷദ്വീപിലെ 10 ഐലൻഡിലെയും തെരുവോരങ്ങളുടെ അവസ്ഥ ഇപ്പോൾ ഇതാണ് കേട്ടോ. മൊത്തം ലൈറ്റായിട്ട് തിളങ്ങി മറിയുകയാണ് നാട് മൊത്തം. അപ്പോൾ ഇത് മീലാദുൻ നബി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പണ്ട് കാലങ്ങളിൽ മദ്രസകൾ മാത്രം ചെയ്തിരുന്നത് ഇപ്പോൾ നമ്മുടെ കുട്ടികളിരിക്കുന്ന സ്റ്റാൻഡുകാരും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ പറഞ്ഞാൽ കവരത്തിയിൽ അത്യാവശ്യം ഒരു 70% ഓഫ് ദ സ്ട്രീറ്റും ഇപ്പോൾ ലൈറ്റാൽ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ മീലാദുൻ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഞങ്ങളുടെ നാട്ടിൽ 3 മെയിൻ മദ്രസകളുണ്ട്. തർക്കിയത്തുൽ ഇസ്ലാം മദ്രസ, ബാക്കിയത്തു സാലിഹാത്ത് മദ്രസ, ഇസ്സത്തുൽ ഇസ്ലാം മദ്രസ. ഈ 3 മെയിൻ മദ്രസകളിൽ നിന്നുള്ള ജാഥകളാണ് കേട്ടോ. അപ്പോൾ ഈ ജാഥകൾ കഴിഞ്ഞിട്ട് 3 മദ്രസകളിലും പ്രാർത്ഥനകളുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഷീരണി എന്ന് പറയും. അതായത് നമ്മൾ ദുആ ചെയ്ത് നമ്മൾ വെക്കുന്ന ആ ഒരു പലഹാരങ്ങളോ എന്തായാലും, അതായത് നിങ്ങൾ പ്രസാദം എന്ന് പറയുന്നത് പോലെ. അപ്പോൾ അത് ഞങ്ങൾക്ക് അപ്പത്തിൻ്റെ ഫോമിലും, നേരത്തെ കോയിൻ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഫോമിലും, പിന്നെ മുട്ടായിയുടെ ഫോമിലും, സർബത്ത് അല്ലെങ്കിൽ പായസത്തിൻ്റെ ഫോമിലും കിട്ടാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യത്തെ ഡെക്കറേഷൻ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കുടകളായിരുന്നു, ഒരുപാട് കുടകളുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പം നമ്മൾ ഈ നമ്മുടെ നേർച്ചയൊക്കെ കഴിഞ്ഞ് ഈ 11-ൻ്റെ അന്നാണ് കേട്ടോ ജാഥയും നമ്മുടെ ഈ സ്വീറ്റ്സ് വിതരണമൊക്കെ. അത് കഴിഞ്ഞിട്ട് 12-ൻ്റെ അന്ന് ഒരു വലിയൊരു ഫീസ്റ്റ് ഉണ്ട്. ആ ഫീസ്റ്റിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് വരെ ആ ഫീസ്റ്റിൽ ഉണ്ടാക്കുന്ന ഫുഡ് അവർ കവറിലാക്കി കൊണ്ട് തരും. അങ്ങനെ ഒരു പ്രത്യേകത നമ്മുടെ ലക്ഷദ്വീപിനുണ്ട്. എല്ലാ മദ്രസകളിലും ഇല്ലെങ്കിലും ഒരു മദ്രസ നമുക്കങ്ങനെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ബാക്കി 2 മദ്രസകളിൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് വാങ്ങിക്കണം. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് വന്നിരുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുക. ഇപ്പോൾ റെമോവും മാസിയൊക്കെ ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോസൊക്കെ കാണാം. ഇവൻ ഫോട്ടോ എടുക്കാൻ വന്നില്ല, ഇവന് നാണമാവുന്നു. നീ എന്താ വരാത്തത്? കണ്ടോ കോന്ത്രംപല്ല് ഗായ്. അവിടെ വാ ഫോട്ടോ എടുക്കാം. നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞു. തിരിച്ച് മാസിനെ റെമോനെ വിടാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഇന്നത്തെ ഈ രാത്രിയിലത്തെ പരിപാടി അവസാനിപ്പിച്ചിട്ട് നാളെ രാവിലത്തെ പരിപാടി എന്താണെന്ന് നോക്കാം. കാരണം നാളെയാണ് നമ്മുടെ ജാഥ എന്തായാലും കാണാൻ പോകണം, മിസ്സാക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ജാഥ കാണാൻ പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ ജാഥ കാണാൻ പോകുന്നു. അപ്പോൾ ഇന്ന് റബീഉൽ അവ്വൽ 11 ഞാനും ഉപ്പയും അനിയത്തിയും കൂടെ വണ്ടിയിൽ പോകും. ഉമ്മയും ഫ്രണ്ട്സും നടന്നു വരും. അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി കാണാം. ഇവിടുത്തെ മദ്രസയിൽ ഉപ്പ പോകും. എന്നിട്ട് ഞങ്ങൾ വണ്ടിയിൽ ഇവിടെ വീട്ടിൽ പോകും. ഉമ്മേനെ വെയിറ്റ് ചെയ്യും. പിന്നെ അവിടെ നിന്ന് നമ്മൾ 3 ജാഥയും കാണും. ഈ വാപ്പിനെ നമ്മൾ ഇറക്കുന്നു. ഓക്കെ, നമ്മൾ ഉപ്പേനെ ഇറക്കിയിട്ട് ഞാനും പൊന്നുമ്മയും കൂടെ പോകുന്നു. ഒന്നും കാരണങ്ങളൊന്നുമില്ല. വണ്ടി കൊണ്ട് പോയാൽ പോലെ നമ്മൾ നടക്കണോ? ഇല്ല പോന്നു, നമ്മ ഇവിടെ ലൈബ്രറി ഇതൊക്കെ കൊണ്ടേ അവിടെ നമ്മ തിരിച്ചു വന്നു. മറ്റേ പള്ളിക്ക് മദ്രസിനൊക്കെ വെച്ചു. അമ്പനെ ഇപ്പൊ പോകുന്ന വഴിയിലെല്ലാം അത് നന്നായിട്ട് പെണ്ണുങ്ങളൊക്കെ നിൽക്കുന്നതാണ്. ആ ജാഥ കാണാൻ വേണ്ടി നിൽക്കുന്നതായിട്ട് എല്ലാവരും. ഇപ്പം
നിസ്കരിച്ചിറങ്ങിയപാടെ ഓരോ ഇവിടെ 3 മെയിൻ മദ്രസകളുണ്ട്. ആ 3 മെയിൻ മദ്രസകളിൽ നിന്നും ജാഥ പുറപ്പെടും. എന്നിട്ട് എല്ലാം കൂടെ നമ്മുടെ ആ കച്ചേരി ജംഗ്ഷൻ എന്ന് പറയും, അവിടെ വെച്ച് എല്ലാവരും കണ്ടു. നമ്മൾ വണ്ടി വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. ഓക്കെ, നമ്മൾ നടക്കുന്നു. ഉമ്മ വരുന്ന വെയിറ്റ് ചെയ്യുന്നില്ല, ബോറടിക്കുന്നു. ഉപ്പയുടെ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോഴത്തെ എങ്ങനെ മാത്രമേ ഉള്ളൂ കേട്ടോ. പുള്ളിക്കാരിയാണെങ്കിൽ തിരക്കിട്ട് ഓടി നടക്കും. പുള്ളിക്കാരി ഞാൻ അപ്പം നമ്മളിപ്പോൾ മദ്രസയുടെ ആ സൈഡിലോട്ട് നടന്നുകൊണ്ട് പോവാം. അങ്ങനെ എല്ലാവരും വന്നെത്തുന്നുണ്ടോ. ഇതാണ് കവരത്തിയിലെ കച്ചേരി ജംഗ്ഷൻ. എല്ലാ മെയിൻ പരിപാടികളിലും ഈ ഒരു പരിസരങ്ങളിലാണ് കേട്ടോ അരങ്ങേറുന്നത്. അപ്പോൾ നമ്മുടെ ഈ നബിദിന റാലി 3 മദ്രസയിൽ നിന്നുണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, ആ 3 മദ്രസക്കാരും ഇതുവഴി പാസ് ചെയ്യും കേട്ടോ. അപ്പോൾ ആദ്യം ഒരു മദ്രസ വന്നു, ഇതിപ്പോൾ 2ാമത്തെ മദ്രസക്കാരാണ് കേട്ടോ. 3ാമത്തെ മദ്രസക്കാർ കൂടെ വന്നാൽ ഇവിടെ നിൽക്കുന്ന അത്രയും ആൾക്കാർ ഈ 3 മദ്രസകളിലോട്ട് പിരിഞ്ഞു പോവും. അവിടെ പ്രാർത്ഥനകളുണ്ട്, ആ പ്രാർത്ഥനകളിൽ അവർ പങ്കെടുക്കും. പിന്നെ നമുക്ക് അവിടെ ശീരണി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, പ്രസാദം, അതും നമുക്ക് വാങ്ങിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ദഫ് ഉണ്ടാവും, 3 മദ്രസയിൽ നിന്നുള്ള ആൾക്കാരുടെയും ദഫ് കളിയൊക്കെ. ജാഥ കഴിഞ്ഞിരിക്കുന്നു, നമ്മൾ ജാഥ കഴിഞ്ഞ് പോകുന്നു. ഈ ഓട്ടപ്പാച്ചൽ മദ്രസയിലോട്ടായിട്ടോ എല്ലാവരും പോകുന്നത്. നമ്മൾ ഓടുന്നു, മദ്രസയിലോട്ട് ഓടുന്നു. ഓടി വന്ന് എത്തിച്ചു ഗൈസ്. ഇപ്പൊ എല്ലാവരും ഇവിടെ വന്ന് സർബത്തും മുട്ടായിയും അപ്പമൊക്കെ കഴിച്ചിട്ട് ദുആ ചെയ്തിട്ട് വീട്ടിൽ പോകും. പിന്നെ നാളെ ഇവിടെ ഫുഡ്. ഇങ്ങിടാ ഒരുക്കാലിടാ. പുതിയ ആള് എനിക്ക് മിഠായി കൊണ്ടുവരുന്നു. 1 മിനിറ്റ് മിഠായി മേടിച്ചോട്ട്. ഓക്കെ ഗൈസ്, എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് ബാപ്പയുടെ വീട്ടിലോട്ട് പോകുന്നു. ഇരുട്ട് തന്നെ കാണുന്നുണ്ടോ എന്തോ. നമ്മൾ നേരത്തെ ഓടി വന്നു, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര റഷായിട്ട് കാണുന്നുണ്ടോ, ഭയങ്കര റഷായിട്ട് നമുക്കൊന്നും കിട്ടുന്നുണ്ടാവില്ല. സർബത്ത് കുടിക്കാൻ പോയി ഞാൻ അവസാനം സർവറായി മാറി. ഓക്കെ, നമുക്ക് ബാക്കി വിശേഷം നമുക്കിനി നേർച്ചയ്ക്കുള്ള പൈസ ഇടാൻ പോകണം. ജൂബീൻ്റെ കൂടെ പോകുമ്പോൾ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് മദ്രസയിൽ നിന്നുള്ള വ്യൂസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഈസ്റ്റേൺ സൈഡ് ജെട്ടിയിൽ വന്നേക്കൊന്ന് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടി. അപ്പോൾ ഞാനും മിസ് അതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നാളെ നബിദിനമാണ്. നാളത്തെ വിശേഷം നാളെ കാണിക്കാം. ബൈ. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.